ഹായ് ഇറ്റ്സ് മി ദിയ. അപ്പോൾ ഇന്ന് ഞാൻ വെനസ്ഡേ ആണ്. ഞാൻ ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വ്ളോഗ് എടുക്കുന്നത് അത്ര ഈസി ഉള്ള കാര്യമൊന്നുമല്ല എന്ന് ഞാൻ ഇത് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. ഇതിന് വോയിസ് ഓവർ കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല പാടുണ്ട്. എല്ലാവരും ഞാൻ വ്ളോഗ്സ് കണ്ട് ഇൻസ്പയർ ആയിട്ട് ശരി ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് ഈ വ്ളോഗ്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് സത്യം പറയാമല്ലോ, നമ്മൾ വർക്ക് ചെയ്യണേക്കാട്ടും വളരെ ഡിഫിക്കൽട്ടാണ് ഈ വ്ളോഗ്സ് എടുത്ത് ചെയ്യാനുള്ളത്. അത്രയും ഇഷ്ടമുള്ളവർക്കും പേഷ്യൻസ് ഉള്ളവർക്കും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം ഞാൻ പറയാം. നാളെ നമ്മൾക്ക് ഈ കർക്കിടകവാവായതുകൊണ്ട് മമ്മി ഇന്നലെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രാവിലെ അരിയാഹാരം കഴിക്കരുത്, അതുപോലെ രാത്രി അരിയാഹാരം കഴിക്കരുത്, ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം കഴിക്കാമുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ശരി, നമുക്ക് ചെയ്യാം നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് മോർണിംഗ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്പുമാവിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ബിക്കോസ് ഞാൻ സാമ്പാർ ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ ഉപ്പുമാവും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് കറി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളും അവൾ ഈ ഉപ്പുമാവ് തൊടില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ അതിന് സാമ്പാർ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അവൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ നല്ല ഇഷ്ടമാണ്, അത് അവൾ കഴിച്ചോളും. അപ്പം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന പേരൻസ് ആണല്ലോ നമ്മൾ വലുതായി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും കുക്കിംഗ് ഭാരവും കുറയും, സാമ്പാറിൻ്റെ കൂടെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്ക് ഉച്ചയ്ക്കാണെങ്കിലും ഇപ്പോൾ ചോറിനെക്കാട്ടും കൂടുതൽ സ്നാക്സ് അല്ല, ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസാണ് കഴിക്കാൻ ഇഷ്ടം. ചില്ലി ഇഡ്ഡലി, അതേപോലെ ഇടിയപ്പം, അതേപോലെ തന്നെ ഈ ചപ്പാത്തി, അതൊക്കെ ഞാൻ കൊടുത്തുവിടാറ്. ബിക്കോസ് ചോറ് കൊണ്ടുപോയി തീരെ കഴിക്കില്ല എന്ന് കംപ്ലയിൻറ്റ് പറയണം ടീച്ചേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപ്പുമാവ് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചു. ഞാൻ രാവിലെ തന്നെ കുളിച്ചായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ തന്നെ കുളിക്കണം, എന്നിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നതൊക്കെ മമ്മി പറഞ്ഞു. പിന്നെ എവിടെ അതിൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അറിയത്തില്ല എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ശരി, നമുക്ക് നോക്കാം. ഞാൻ മമ്മിയോട് പറഞ്ഞു അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നാളെ നമുക്ക് നോക്കാം എങ്ങനെയാണ് പോണേ, ഇത് എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ ചില്ലിയിട്ടിൽ ഞാൻ റെഡിയാക്കി. അതേപോലെ തന്നെ ഉപ്പുമാവ് റെഡിയാക്കി. ഉപ്പുമാവ് 2 രീതിയിൽ ഞാൻ ഉണ്ടാക്കും കേട്ടോ. ഒന്നാണെങ്കിൽ നല്ല കൊതിക്കുക വെള്ളം വെച്ചിട്ടുണ്ടാകും, നല്ല വെള്ളം തിളച്ചിട്ടുണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ വെള്ളം ഒഴിച്ച് ഉണ്ടാക്കിയത്, ബിക്കോസ് എനിക്ക് ടൈമില്ലായിരുന്നു. പിന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് മിക്കിക്ക് ഇഡ്ഡലി പാക്ക് ചെയ്തു, ചില്ലി ഇഡ്ഡലി പാക്ക് ചെയ്തു. അത് ബാക്കി മോർണിംഗ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞല്ലോ ഉപ്പുമാവാന്ന്. അപ്പോൾ ഉപ്പുമാവ് ഞാൻ എനിക്ക് കഴിച്ചു. പിന്നെ ഇവൾക്ക് ഈ ചില്ലി ഇഡ്ഡലി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്ത് അവൾ അതിനകത്തെടുത്ത് കഴിച്ചോളൂ. അവൾക്ക് ക്യാപ്സിക്കോ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ ഞാനാണെങ്കിൽ എന്താ പറയുക,